ഈ എറണാകുളത്തേക്ക് പോകാം. നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട്. നിതിൻ, കൊച്ചിയിൽ മഴയുടെ അവസ്ഥ എന്താണ്? മറ്റ് മധ്യ കേരളത്തിലെ ജില്ലകളിലെ സ്ഥിതി കൂടി. ലിബീഷ്, ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴ ശമനമില്ലാതെ എറണാകുളത്ത് തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പെരിയാർ കരകവിഞ്ഞ് ഒഴുകാൻ ആരംഭിച്ചിരിക്കുന്നു. ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെ 15 ഷട്ടറുകൾ മുഴുവൻ തുറന്നതിനാൽ പെരിയാർ കരകവിഞ്ഞ് ഒഴുകുകയാണ്. ആലുവ ശിവക്ഷേത്രം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞു. പെരിയാറിന്റെ ഇരു കരകളിലും താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകളോട് ബന്ധുവീടുകളിലേക്കും മറ്റും മാറി താമസിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ മാറണമെന്ന നിർദ്ദേശം ഇതിനകം ജില്ലാ ഭരണകൂടം നൽകിക്കഴിഞ്ഞു. പെരിയാർ കരകവിഞ്ഞ് ഒഴുകിയ ഒരു സാഹചര്യത്തിൽ പറവൂർ താലൂക്കിലെ പലയിടങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. കൃഷിയിടങ്ങളിൽ വ്യാപകമായി വെള്ളം കയറി, വീടുകളിലേക്ക് വെള്ളം കയറി. പറവൂർ താലൂക്കിൽ ഇപ്പോൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. ആളുകളെ അവിടേക്ക് മാറ്റി പാർപ്പിക്കുകയാണ്. നഗരത്തിന്റെ ചെറിയ പ്രദേശങ്ങളിൽ, താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും ചെറിയ തരത്തിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും ശക്തമായ മഴ ജില്ലയിൽ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനുള്ള എല്ലാ നടപടികളും ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ സേനയോടും അഗ്നിശമന സേനയോടും പോലീസ് ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങളോട് 24 മണിക്കൂറും സുസജ്ജമായിരിക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടുതൽ തുറക്കേണ്ടി വരികയാണെങ്കിൽ അതിനുവേണ്ടി വിദ്യാലയങ്ങളും പള്ളി ഹാളുകൾ അടക്കമുള്ള സൗകര്യങ്ങൾ ഇതിനകം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ കാറ്റ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ കാറ്റ് ആഞ്ഞു വീശാനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തീരദേശത്ത് താമസിക്കുന്ന ആളുകളോടും ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, പെരിയാറിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്നത് തന്നെയാണ്. കാരണം 2 പ്രളയത്തെ അതിജീവിച്ചവരാണ് എറണാകുളം ജില്ലയിലുള്ള ആളുകൾ. അന്ന് പെരിയാർ കരകവിഞ്ഞ് ഒഴുകിയതാണ്. പറവൂർ താലൂക്ക് ഉൾപ്പെടെയുള്ള മേഖലകൾ അന്ന് വെള്ളത്തിൽ മുങ്ങാനുള്ള കാരണം. സമാനമായ സ്ഥിതിവിശേഷം എത്തിയിട്ടില്ലെങ്കിലും ഭൂതത്താൻകെട്ട് അണക്കെട്ട് ഉൾപ്പെടെയുള്ള ഡാമുകൾ തുറന്നതിനാൽ പെരിയാറിൽ ജലനിരപ്പ് ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നു. അത് വലിയ ആശങ്കയ്ക്ക് ഇടവരുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ലിബീഷ്.